നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ് പറയാൻ പോണേ. പുതുവർഷം എന്ന് പറയുമ്പോൾ 1199 ആണ്ട് തീർന്ന് 1200 ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. മലയാളികളുടെ മലയാള വർഷമാണ് ചിങ്ങമാസം തൊട്ട് ആരംഭിച്ച് കർക്കിടക മാസത്തോടു കൂടി തീരുന്ന പുതുവർഷം. ഇപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിച്ച് വരണേ. ഇപ്പോൾ പുതുവർഷം 2-3 രീതിയിൽ വരും. ജനുവരി മാസം തൊട്ട് ലോകം മുഴുവനും പുതുവർഷമായിട്ട് ആചരിക്കും. ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ട്, മേട 1-ാം തീയതി തൊട്ട്, മേട വിഷു തൊട്ട് മേട ജ്യോതിഷ മാസം ആരംഭിക്കും, ജ്യോതിഷ വർഷം ആരംഭിക്കും. ഇപ്പോൾ ചിങ്ങമാസം തൊട്ട് മലയാള വർഷം ആരംഭിക്കും. അങ്ങനെ ഓരോ രാശിക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയാണ്, എന്തുകൊണ്ട് നമ്മളത് നോക്കി പറയുന്നു എന്ന് ചോദിച്ചാൽ, വരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അറിഞ്ഞ് ഓരോ രാശിക്കാരും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഓരോ ജ്യോതിഷികളും അവർ കാണുന്ന ദോഷഭാവങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്കിന്ന് കുംഭൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതിയും ചതയ നക്ഷത്രവും പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളാണ് ശരിക്കും കുംഭൻ രാശിയിലുള്ളത്. കുംഭൻ രാശിക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ മോശ സമയമാണ് കഴിഞ്ഞ പീരീഡ് നിന്നതെങ്കിൽ ഈ പുതുവർഷം നിങ്ങൾക്ക് സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്തു തരും. സുഖ ദുഃഖ സമ്മിശ്ര ഫലം എന്ന് പറയുമ്പോൾ വളരെ ഓവർ സന്തോഷിക്കാനും പോകണ്ട, ദുഃഖിക്കാനും പോകണ്ട. ഓവർ സന്തോഷിക്കണ്ട എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഷ്ടത കയറി വരും. ഇപ്പോൾ സന്തോഷത്തിൻ്റെ ഇടയിൽ നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്, നല്ല റോഡാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഗട്ടർ അല്ലെങ്കിൽ കുഴി വീണ് കിടക്കുന്നത് പോലെ നമുക്ക് അവിടെ അവിടെ ചവിട്ടേണ്ടി വരും. അതുപോലെ ഒരവസ്ഥയായിരിക്കും ഈ രാശിക്കാർക്ക് ഈ വർഷം. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ വർഷമാണ്. വീട് വയ്ക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഈ പുതുവർഷം വളരെ സഹായകരമായിരിക്കും. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലിക്കായാലും ശരി, പഠനത്തിനായാലും ശരി, അല്ല മൈഗ്രേറ്റ് ചെയ്ത് പോകാനായാലും ശരി, ഈ വർഷം വളരെ സപ്പോർട്ടീവാണ്. അതുപോലെ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത്, ഇത് സന്തോഷപ്രദമായ അവസ്ഥകളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ശാരീരിക വൈഷമ്യം തന്നെയാണ്. ശാരീരിക അസ്വസ്ഥത ഉണ്ടാവും, വാഹന അപകടങ്ങൾ വരാം, അഗ്നിഭയം ഉണ്ടാവാം, തീപ്പൊള്ളലേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾക്ക് ഇടവരും. അപ്പോൾ അതും കൂടി സൂക്ഷിച്ചോളണം. നല്ലത് ഞാൻ പറഞ്ഞു, അതുപോലെ ചീത്തയും കൂടി നമുക്ക് വന്നു ചേരും. മാതാവിനല്ലെങ്കിൽ മാതൃതുല്യരായവർക്ക് അരിഷ്ടതകൾ വരാം. ഇതൊക്കെ ശ്രദ്ധിക്കണം. മാത്രമല്ല, ജന്മത്തിൽ ശനിയും സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. വ്യാഴം നമുക്ക് അനുകൂലപ്രദമാണെങ്കിൽ പോലും ജന്മശനി നിൽക്കുകയാണ്. ജന്മത്തിൽ കൂടെ ശനി നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും തടസ്സത്തിലൂടെ മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. തടസ്സം കൂടാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പലപ്പോഴും കൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പലതും വായി കിട്ടാതെ പോവും. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധയോട് പോവേണ്ട കാലഘട്ടം തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഒരു ഭാഗം നോക്കുമ്പോൾ നല്ലതാണ്, മറുഭാഗം നോക്കുമ്പോൾ ദോഷമാണ്. അപ്പോൾ നമുക്ക് അതാണ് സുഖദുഃഖ സമ്മിശ്ര ഫലം എന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പോൾ രാശിക്കാർ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ആൾക്കാരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ലൈവ് പ്രോഗ്രാമും അതുപോലെ ധാരാളം വീഡിയോ നമ്മൾ ചെയ്ത് ഇടുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് യഥാസമയത്ത് എത്താൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ എല്ലാ കുംഭരാശിക്കാർക്കും നമ്മൾ 50-50 ഫലമാണ് പറഞ്ഞതെങ്കിലും മൊത്തത്തിൽ നല്ലതായി തീരാൻ വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.